വെൽക്കം ടു ഓൾ. എല്ലാവർക്കും സീക്രട്ട് പി എസ് സിയിലേക്ക് സ്വാഗതം. അപ്പോൾ KAS എക്സാം അടുത്തുകൊണ്ടിരിക്കുകയാണ് അല്ലേ? എല്ലാവരുടെയും പഠിച്ചു കഴിഞ്ഞോ? അപ്പോൾ ആ ഒരു എക്സാമിന് മുമ്പായിട്ട് നമുക്കൊരു മോഡൽ പേപ്പർ ചെയ്ത് നോക്കിയാലോ? അപ്പോൾ ക്ലാസ്സുകൾ ഉപകാരപ്രദമാവുകയാണെന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാം. നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം കേട്ടോ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ശരിയായ പ്രസ്താവന ഏത്? ബുദ്ധമതത്തെക്കുറിച്ചാണ് പറയുന്നത്. ബുദ്ധമതത്തെക്കുറിച്ചുള്ള ഏറ്റവും സമഗ്രമായ വിജ്ഞാന ഗ്രന്ഥമായ മഹാവിഭാഷ്യം രചിച്ചത് വസുമിത്രനാണ്. ശരിയാണ്. ബുദ്ധമതത്തെക്കുറിച്ചുള്ള ഏറ്റവും സമഗ്രമായ വിജ്ഞാന ഗ്രന്ഥമാണ് മഹാവിഭാഷ്യം എന്ന് പറയുന്നത്. രചിച്ചത് ആരാണ്? വസുമിത്രനാണ്. ശരിയാണ്. ബുദ്ധമതത്തിൻ്റെയും ജൈനമതത്തിൻ്റെയും മഹാസമ്മേളനങ്ങൾക്ക് വേദിയായ ഏക നഗരമാണ് പാടലീപുത്രം. ബുദ്ധമതത്തിൻ്റെയും ജൈനമതത്തിൻ്റെയും മഹാസമ്മേളനങ്ങൾക്ക് വേദിയായ ഏക നഗരമാണ് പാടലീപുത്രം എന്ന് പറയുന്നത്. ശരിയാണ്. അജാതശത്രു മഗധ രാജാവായിരിക്കുന്ന കാലത്താണ് ശ്രീബുദ്ധൻ അന്തരിച്ചത്. അജാതശത്രു മഗധ രാജാവായിരിക്കുന്ന കാലത്താണ് ശ്രീബുദ്ധൻ അന്തരിച്ചത്. അതും ശരിയാണ്. ഓക്കെ, അപ്പോൾ ശരിയായ ആൻസർ ഏതാണ്? 1, 2, 3 ആണ്. രണ്ടാം ബുദ്ധമത സമ്മേളനത്തിന് രക്ഷാധികാരി അശോക ചക്രവർത്തിയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് തെറ്റാണ്. അപ്പോൾ ഇതിൽ ശരിയായ ആൻസർ വരുന്നത് 1, 2, 3 ആണ് കേട്ടോ. ഏതൊക്കെയാണ് പറഞ്ഞത്? ബുദ്ധമതത്തെക്കുറിച്ചുള്ള ഏറ്റവും സമഗ്രമായ വിജ്ഞാന ഗ്രന്ഥമായ മഹാവിഭാഷ്യം രചിച്ചത് വസുമിത്രനാണ്. ബുദ്ധമതത്തിൻ്റെയും ജൈനമതത്തിൻ്റെയും മഹാസമ്മേളനങ്ങൾക്ക് വേദിയായ ഏക നഗരമാണ് പാടലീപുത്രം. അജാതശത്രു മഗധ രാജാവായിരിക്കുന്ന കാലത്താണ് ശ്രീബുദ്ധൻ അന്തരിച്ചത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ബിന്ദുസാറിൻ്റെ രാജധാനിയിലേക്ക് ഗ്രീക്ക് ഭരണാധികാരിയായ ആൻറ്റിയോക്കസ് ഒന്നാമൻ അയച്ച അംബാസഡർ ആരാണ്? ബിന്ദുസാറിൻ്റെ രാജധാനിയിലേക്ക് ഗ്രീക്ക് ഭരണാധികാരിയായ ആൻറ്റിയോക്കസ് ഒന്നാമൻ അയച്ച അംബാസഡർ ആരാണ്? അംബാസഡർ ആരാണ്? ദെയ്മാക്കസ് ആണ് കേട്ടോ. ദെയ്മാക്കസ്. ഓപ്ഷൻ എ ദെയ്മാക്കസ്. മുഗൾ കാലഘട്ടത്തിൽ മോസ്ക് നിർമ്മാണം അതിൻ്റെ പാരമ്യതയിലെത്തിയത് ആരുടെ ഭരണകാലത്താണ്? മുഗൾ കാലഘട്ടത്തിൽ മോസ്ക് നിർമ്മാണം അതിൻ്റെ പാരമ്യതയിൽ എത്തിയത് ആരുടെ ഭരണകാലത്താണ്? ആരുടെയാണ്? ഓപ്ഷൻ സി ഷാജഹാൻ. നെക്സ്റ്റ്, വിജയനഗരത്തിലെ ഏത് ഭരണാധികാരിയുടെ കാലത്താണ് പേർഷ്യൻ സഞ്ചാരി അബ്ദുൾ റസാഖ് സന്ദർശനം നടത്തിയത്? വിജയനഗരത്തിലെ ഏത് ഭരണാധികാരിയുടെ കാലത്താണ് പേർഷ്യൻ സഞ്ചാരിയായ അബ്ദുൾ റസാഖ് സന്ദർശനം നടത്തിയത്? ഏത് ഭരണാധികാരിയുടെ കാലത്താണ്? ഓപ്ഷൻ എ ദേവരായ രണ്ടാമൻ. നെക്സ്റ്റ്, ശരിയായ പ്രസ്താവന ഏതാ? ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്നതിന് മുമ്പുള്ള അവസാനത്തെ കോൺഗ്രസ് സമ്മേളനം നടന്നത് മീററ്റിലാണ്. ഇടക്കാല സർക്കാരിലെ കോൺഗ്രസിൻ്റെ പങ്കാളിത്തത്തിന് അംഗീകാരം നൽകിയ കോൺഗ്രസ് സമ്മേളനമാണ് മീററ്റ് സമ്മേളനം. രണ്ടും ശരിയാണല്ലോ അല്ലേ? എന്താ പറഞ്ഞത്? ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്നതിന് മുമ്പുള്ള അവസാനത്തെ കോൺഗ്രസ് സമ്മേളനം നടന്നത് മീററ്റിലാണ്. ഈ മീററ്റ് സമ്മേളനം എന്ന് പറയുന്നത് ഇടക്കാല സർക്കാരിലെ കോൺഗ്രസിൻ്റെ പങ്കാളിത്തത്തിന് അംഗീകാരം നൽകിയ കോൺഗ്രസ് സമ്മേളനമാണ് മീററ്റ് സമ്മേളനം. ഓപ്ഷൻ ബി ആണ്. 1, 2 ശരിയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വന്ദേ മാതരം എന്ന പേരിൽ ലാഹോറിൽ നിന്നും ഉറുദു പത്രം പ്രസിദ്ധീകരിച്ചിരുന്ന നേതാവ് ആരാണ്? വന്ദേ മാതരം എന്ന പേരിൽ ലാഹോറിൽ നിന്ന് ഉറുദു പത്രം പ്രസിദ്ധീകരിച്ചിരുന്ന നേതാവ് ആരാണ്? ലാലാ ലജ്പത് റായ് ആണ് അല്ലേ? ഓപ്ഷൻ ബി ലാലാ ലജ്പത് റായ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പട്ടിക 1, 2 ചേരുമ്പടി ചേർക്കുക. പട്ടിക 1 കുറച്ച് ബുക്കും പ്രസ്ഥാനങ്ങളാണ് നൽകിയിരിക്കുന്നത്. പട്ടിക 2 കുറച്ച് ആൾക്കാരുടെ പേരുകൾ നൽകിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം. ഫസ്റ്റ് എന്താണ്? ഗ്രീൻ ബുക്ക് ആരുടേതാണ്? ഗ്രീൻ ബുക്ക് ആരുടേതാണ്? മൗലാന മുഹമ്മദ് അലിയുടേതാണ് ഗ്രീൻ ബുക്ക് കേട്ടോ. മൗലാന മുഹമ്മദ് അലിയുടേതാണ് ഗ്രീൻ ബുക്ക്. മൗലാന മുഹമ്മദ് അലി. ദിയോബന്ദ് പ്രസ്ഥാനത്തിൻ്റെ സ്ഥാപകൻ അല്ലെങ്കിൽ ദിയോബന്ദ് പ്രസ്ഥാനത്തുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആളാരാണ്? അതിൽ തന്നിരിക്കുന്നതിൽ ദിയോബന്ദ് പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആളാരാണ്? മുഹമ്മദ് കാസിം നനൌട്ടവിയും റഷീദ് അഹമ്മദ് ഗംഗോഹിയുമാണ് ദിയോബന്ദ് പ്രസ്ഥാനത്തിൻ്റെ സ്ഥാപകർ. ആരൊക്കെയാണ്? മുഹമ്മദ് കാസിം നനൌട്ടിയും റഷീദ് അഹമ്മദ് ഗംഗോഹിയും. ഇനി വഹാബി പ്രസ്ഥാനം
വഹാബി പ്രസ്ഥാനത്തിൻ്റെ സ്ഥാപകൻ ആരാണ്? വഹാബി പ്രസ്ഥാനത്തിൻ്റെ സ്ഥാപകൻ ആരാണ്? സയ്യിദ് അഹമ്മദ് ബരൽവി ആണ് അല്ലേ? വഹാബി പ്രസ്ഥാനത്തിൻ്റെ പിതാവ് ആരാണ്? സയ്യിദ് അഹമ്മദ് ബരൽവി ആണ്. വഹാബി പ്രസ്ഥാനത്തിൻ്റെ പിതാവ് സയ്യിദ് അഹമ്മദ് ബരൽവി. ഇനി ഫറൈസി പ്രസ്ഥാനത്തിൻ്റെ പിതാവാണ് ശരീഅത്തുല്ലാ ഖാൻ. സ്ഥാപിച്ചതാരാണ് ഫറൈസി പ്രസ്ഥാനം? ശരീഅത്തുല്ലാ ഖാൻ. ഓക്കെ, ക്ലിയർ ആയല്ലോ. അപ്പോൾ എന്താണ് നമ്മൾ പറയുന്നത്? ഗ്രീൻ ബുക്ക് മൗലാന മുഹമ്മദ് അലി, ദിയോബന്ദ് പ്രസ്ഥാനം മുഹമ്മദ് കാസിം നനൗട്ടവി, റഷീദ് അഹമ്മദ് ഗംഗോഹി, വഹാബി പ്രസ്ഥാനം സയ്യിദ് അഹമ്മദ് ബരൽവി. ഇനി ഫറൈസി പ്രസ്ഥാനം എന്താണ്? ശരീഅത്തുല്ലാ ഖാൻ. ക്ലിയർ ആയല്ലോ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇന്ത്യൻ സംസ്ഥാനങ്ങളുടെ രൂപവൽക്കരണത്തിന് ശരിയായ ക്രമം സൂചിപ്പിക്കുന്നത് തിരഞ്ഞെടുക്കുക. ഇതിൽ ശരിയായ ക്രമം ഏതാണ്? ഡി ആണ് അല്ലേ? ഓപ്ഷൻ ഡി ആണ്. ഗുജറാത്ത്, നാഗാലാൻഡ്, ഹരിയാന, ഹിമാചൽ പ്രദേശ്. സംസ്ഥാന രൂപീകരണവുമായി ബന്ധപ്പെട്ട ഇയേഴ്സ് പഠിച്ചു വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് കിട്ടും. ഗുജറാത്ത്, നാഗാലാൻഡ്, ഹരിയാന, ഹിമാചൽ പ്രദേശ് എന്ന് പറയുന്നതാണ് ശരിയായ ക്രമം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, താഴെ കൊടുത്തിരിക്കുന്നവ പരിഗണിക്കുക. 3 മിനിസ്റ്റേഴ്സ് കമ്മിറ്റി എന്നറിയപ്പെടുന്നത് JVP കമ്മിറ്റിയാണ്. ശരിയാണല്ലോ. 3 മിനിസ്റ്റേഴ്സ് കമ്മിറ്റി എന്നറിയപ്പെടുന്നത് JVP കമ്മിറ്റിയാണ്. ശരിയാണ്. ധാർ കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിച്ചത് 1948-ലാണ്. ധാർ കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിച്ചത് 1948-ലാണ്. അതും ശരിയാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ജയ്പൂർ സമ്മേളനമാണ് ധാർ കമ്മീഷൻ റിപ്പോർട്ടിനെ കുറിച്ച് പഠിക്കുന്നതിന് JVP കമ്മിറ്റിയെ നിയോഗിക്കാൻ തീരുമാനിച്ചത്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ജയ്പൂർ സമ്മേളനമാണ് ധാർ കമ്മീഷൻ റിപ്പോർട്ടിനെ കുറിച്ച് പഠിക്കുന്നതിന് JVP കമ്മിറ്റിയെ നിയോഗിക്കാൻ തീരുമാനിച്ചത്. അതും ശരിയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? JVP കമ്മിറ്റി റിപ്പോർട്ട് സമർപ്പിച്ചത് 1950-ലാണ് നമുക്ക് തന്നിരിക്കുന്നത്. അത് തെറ്റാണല്ലോ. 1949-ലാണ് JVP കമ്മിറ്റി റിപ്പോർട്ട് സമർപ്പിച്ചത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണ്? ഇവയിൽ എത്ര എണ്ണമാണ് ശരിയായ പ്രസ്താവനകൾ? എത്ര എണ്ണം ഉണ്ട്? 3 എണ്ണം അല്ലേ? 3 എണ്ണമാണ് ശരിയായ പ്രസ്താവനകൾ. ഏതൊക്കെയാണ്? 3 മിനിസ്റ്റേഴ്സ് കമ്മിറ്റി എന്നറിയപ്പെടുന്നത് JVP കമ്മിറ്റിയാണ്. ധാർ കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിച്ചത് 1948-ലാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ജയ്പൂർ സമ്മേളനമാണ് ധാർ കമ്മീഷൻ റിപ്പോർട്ടിനെ കുറിച്ച് പഠിക്കുന്നതിന് JVP കമ്മിറ്റിയെ നിയോഗിക്കാൻ തീരുമാനിച്ചത്. നെക്സ്റ്റ് എന്താണ്? JVP കമ്മിറ്റി റിപ്പോർട്ട് സമർപ്പിച്ചതെന്നാണ് നമ്മൾ പറഞ്ഞത് 1949 ഏപ്രിൽ 1-നാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ആനി ബസന്റിൻ്റെ നേതൃത്വത്തിലുള്ള ഹോം റൂൾ ലീഗിനെ പിന്താങ്ങിയ ഏത് വ്യക്തിയാണ് ദക്ഷിണേന്ത്യയുടെ വന്ധ്യവയോധികൻ എന്നറിയപ്പെട്ടത്? ആനി ബസന്റിൻ്റെ നേതൃത്വത്തിലുള്ള ഹോം റൂൾ ലീഗിനെ പിന്താങ്ങിയ ഏത് വ്യക്തിയാണ് ദക്ഷിണേന്ത്യയുടെ വന്ധ്യവയോധികൻ എന്നറിയപ്പെട്ടത്? ഏത് വ്യക്തിയാണ് ദക്ഷിണേന്ത്യയുടെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്നത്? S. സുബ്രഹ്മണ്യ അയ്യറാണ്. ഓപ്ഷൻ ഡി ആണ് ശരിയായ ആൻസർ. എന്താണ് ചോദിച്ചിരിക്കുന്നത്? ആനി ബസന്റിൻ്റെ നേതൃത്വത്തിലുള്ള ഹോം റൂൾ ലീഗിനെ പിന്താങ്ങിയ ഏത് വ്യക്തിയാണ് ദക്ഷിണേന്ത്യയുടെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്നത്? S. സുബ്രഹ്മണ്യ അയ്യർ. നെക്സ്റ്റ്, അയ്യങ്കാളിയുടെ ശ്രമഫലമായി 1915 ഡിസംബർ 10-ന് പെരിനാട്ട് വിളിച്ചു ചേർത്ത സർവ്വസമുദായ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചത് ആരാണ്? അയ്യങ്കാളിയുടെ ശ്രമഫലമായി 1915 ഡിസംബർ 10-ന് പെരിനാട്ട് വിളിച്ചു ചേർത്ത സർവ്വസമുദായ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചത് ആരാണ്? ചങ്ങനാശ്ശേരി പരമേശ്വരൻ പിള്ള. നെക്സ്റ്റ്, ചേരുംപടി ചേർക്കുക. എവിടെയാണ് ഓരോ സമരങ്ങൾ നടന്നതെന്നാണ് കേട്ടോ. കൽപ്പാത്തി സമരം നടന്നത് എവിടെയാണ്? കൽപ്പാത്തി സമരം നടന്നത് എവിടെയാണ്? പാലക്കാടാണ്. കൽപ്പാത്തി സമരം നടന്നത് എവിടെയാണ്? പാലക്കാടാണ് കൽപ്പാത്തി സമരം നടന്നത്. ഇനി കല്ലുമാല സമരം നടന്നത് എവിടെയാണ്? കൊല്ലം ജില്ലയിലാണല്ലേ കല്ലുമാല സമരം നടക്കുന്നത്. എവിടെയാണ്? കൊല്ലം ജില്ലയിലാണ്. ഇനി കല്ലറ പാങ്ങോട് സമരം നടന്നത് എവിടെയാണ്? തിരുവനന്തപുരത്താണ്. കല്ലറ പാങ്ങോട് സമരം നടക്കുന്നത് തിരുവനന്തപുരത്താണ്.
തോൽ വിറക് സമരം നടന്നത് എവിടെയാണ്? കാസർഗോഡാണ്. തോൽ വിറക് സമരം നടന്നത് എവിടെയാണ്? കാസർഗോഡാണ്. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന ഓപ്ഷനിൽ ഓപ്ഷൻ എ ആണ് റെഡി ആയിട്ടുള്ളത്. ഇന്ന് നമ്മൾ പറഞ്ഞത് കൽപ്പാത്തി സമരം നടന്നത് പാലക്കാട് ജില്ലയിലാണ്. കല്ലുമാല സമരം നടന്നത് എവിടെയാണ്? കൊല്ലം ജില്ലയിലാണ്. കല്ലറ പാങ്ങോട് സമരം നടന്നത് എവിടെയാണ്? തിരുവനന്തപുരം ജില്ലയിലാണ്. നെക്സ്റ്റ് ഇന്ന് നമ്മൾ പറഞ്ഞത് തോൽ വിറക് സമരം നടന്നത് എവിടെയാണ്? കാസർഗോഡ് ജില്ലയിലാണ്. നെക്സ്റ്റ് താഴെ കൊടുത്തിരിക്കുന്നവ പരിഗണിക്കുക. ഗുരുവായൂർ സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് AK ഗോപാലൻ അറസ്റ്റിലായത് 1913 അപ്പോൾ നമുക്ക് തന്നിരിക്കുന്നത് ഗുരുവായൂർ സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് AKG അറസ്റ്റിലായത് 1931 ശരിയായ ആൻസർ ഗുരുവായൂർ സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ടിട്ട് കേളപ്പനാണ്. കേളപ്പനാണ് 1931 അറസ്റ്റിലായത്. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്നതിൽ ആദ്യത്തെ തെറ്റാണെന്ന് മനസ്സിലായി. നെക്സ്റ്റ് എന്താണ്? കൊച്ചി സർക്കാർ പാലിയത്തേക്ക് പ്രവേശനം തടഞ്ഞതിനാൽ തിരുവിതാംകൂർ വക സ്ഥലത്തിരുന്ന് പാലിയം സമരം നയിച്ച നേതാവാണ് AK ഗോപാലൻ. കൊച്ചി സർക്കാർ പാലിയത്തേക്ക് പ്രവേശനം തടഞ്ഞതിനാൽ തിരുവിതാംകൂർ വക സ്ഥലത്തിരുന്ന് പാലിയം സമരം നയിച്ച നേതാവ് ആരാണ്? AK ഗോപാലനാണ്. ശരിയാണ്. AV കുഞ്ഞമ്പു, P കുഞ്ഞിരാമൻ, K കൃഷ്ണൻ മാസ്റ്റർ തുടങ്ങിയവരാണ് കരിവെള്ളൂർ സമരത്തിന് നേതൃത്വം നൽകിയത്. കരിവെള്ളൂർ സമരത്തിന് നേതൃത്വം നൽകിയത് ആരൊക്കെയാണ്? AV കുഞ്ഞമ്പു, P കുഞ്ഞിരാമൻ, K കൃഷ്ണൻ മാസ്റ്റർ തുടങ്ങിയവരാണ്. അതും ശരിയാണ്. നെക്സ്റ്റ് PK കുമാരൻ മാസ്റ്റർ, PK ചാത്തൻ മാസ്റ്റർ, ശാരദാകുമാരൻ, KV ഉണ്ണി മുതലായവർ നേതൃത്വം നൽകിയ സമരമാണ് കുട്ടംകുളം സമരം. കുട്ടംകുളം സമരത്തിൽ ആരൊക്കെയാണ്? PK കുമാരൻ മാസ്റ്റർ, PK ചാത്തൻ മാസ്റ്റർ, ശാരദാകുമാരൻ, KV ഉണ്ണി മുതലായവർ നേതൃത്വം നൽകിയ സമരമാണ് കുട്ടംകുളം സമരം എന്ന് പറയുന്നത്. അതും ശരിയാണ്. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്നതിൽ ഏതൊക്കെയാണ് ശരി? 2, 3, 4 ആണല്ലേ ശരി. എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞത്? കൊച്ചി സർക്കാർ പാലിയത്തേക്ക് പ്രവേശനം തടഞ്ഞതിനാൽ തിരുവിതാംകൂർ വക സ്ഥലത്തിരുന്ന് പാലിയം സമരം നയിച്ച നേതാവാണ് AK ഗോപാലൻ. AV കുഞ്ഞമ്പു, P കുഞ്ഞിരാമൻ, കൃഷ്ണൻ മാസ്റ്റർ, K കൃഷ്ണൻ മാസ്റ്റർ തുടങ്ങിയവരാണ് കരിവെള്ളൂർ സമരത്തിന് നേതൃത്വം നൽകിയത്. അതും ശരിയാണ്. PK കുമാരൻ മാസ്റ്റർ, PK ചാത്തൻ മാസ്റ്റർ, ശാരദാകുമാരൻ, KV ഉണ്ണി മുതലായവർ നേതൃത്വം നൽകിയ സമരമാണ് കുട്ടംകുളം സമരം. അതും ശരിയാണ്. അപ്പോൾ തന്നിരിക്കുന്നതിൽ 2, 3, 4 ആണ് ശരിയായ ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകൾ പരിഗണിക്കുക. കേരളത്തിൽ ഏറ്റവും കുറച്ചു കാലം മുഖ്യമന്ത്രിയായ നേതാവാണ് CH മുഹമ്മദ് കോയ. എന്താണ് നമുക്ക് പറഞ്ഞിരിക്കുന്നത്? എന്താണ്? കേരളത്തിൽ ഏറ്റവും കുറച്ച് കാലം, അതായത് 51 ദിവസം മുഖ്യമന്ത്രി ആയ നേതാവാണ് CH മുഹമ്മദ് കോയ എന്ന് പറയുന്നുണ്ട്. അത് ശരിയാണ്. ശരിയായ ആൻസറാണ്. നെക്സ്റ്റ് എന്താണ്? 1979 AK ആന്റണിയുടെ രാജിയെ തുടർന്ന് CH മുഹമ്മദ് കോയ മുഖ്യമന്ത്രിയായെന്ന് പറയുന്നുണ്ടല്ലോ. അത് തെറ്റാണ്. അതുപോലെ തന്നെ CH മുഹമ്മദ് കോയ മുഖ്യമന്ത്രി ആയിരിക്കെ പ്രതിപക്ഷ നേതാവ് എന്ന് പറയുന്നത് AK ആന്റണി ആണെന്ന് നമുക്ക് തന്നിട്ടുണ്ട്. അതും തെറ്റാണ്. അത് ശരിയായ പ്രസ്താവന ഏതാണ്? കേരളത്തിലെ ഏറ്റവും കുറച്ചു കാലം 51 ദിവസം മുഖ്യമന്ത്രിയായ നേതാവ് ആരാണ്? CH മുഹമ്മദ് കോയയാണ്. നമ്മുടെ ചോദ്യം എന്താണ്? ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണ്? ശരിയായ പ്രസ്താവന ഏതാണ്? ഒന്നാമത്തെ മാത്രമാണ് ശരിയായ പ്രസ്താവന കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. തെറ്റായ പ്രസ്താവന ഏതാണ്? 1957 ഡിസംബർ 21 കേരള നിയമസഭയിൽ അഗ്രേറിയൻ റിലേഷൻസ് ബില്ല് അവതരിപ്പിച്ചത് മന്ത്രി KR ഗൗരിയമ്മയാണ്. 1957 ഡിസംബർ 21 കേരള നിയമസഭയിൽ അഗ്രേറിയൻ റിലേഷൻസ് ബില്ല് അവതരിപ്പിച്ചത് മന്ത്രി ആരാണ്? KR ഗൗരിയമ്മയാണ്. ശരിയാണല്ലോ. ശരിയാണ്. നെക്സ്റ്റ് എന്താണ് ചോദിച്ചിരിക്കുന്നത്? ശ്രീമൂലം തിരുനാളിന് തിരുവിതാംകൂറിൽ 1925 2ാം നായർ റെഗുലേഷൻ ആക്ട് പാസ്സാക്കിയ സമയത്തെ ഭരണാധികാരി എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ? ശ്രീമൂലം തിരുനാളെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് തെറ്റാണ്. 1970 ജനുവരി 1 കേരളത്തിൽ ഫ്യൂഡൽ വ്യവസ്ഥിതിയുടെ അന്ത്യം കുറിച്ചുകൊണ്ട് കേരള ലാൻഡ് റിഫോംസ് അമെൻമെൻറ്റ് ആക്ട് 1969 നിലവിൽ വന്നത് CA അച്യുത മേനോൻ ഗവൺമെൻറ്റിൻ്റെ കാലത്താണ്. ശരിയാണ്. 1970 ജനുവരി 1 കേരളത്തിൽ ഫ്യൂഡൽ വ്യവസ്ഥിതിയുടെ അന്ത്യം കുറിച്ചുകൊണ്ട് കേരള ലാൻഡ് റിഫോംസ് ആക്ട് 1969 നിലവിൽ വന്നത് C അച്യുത മേനോൻ്റെ ഗവൺമെൻറ് കാലത്താണ്. കേരള അഗ്രേറിയൻ റിലേഷൻസ് ബില്ല് പാസ്സാക്കിയത് 1958 അതും ശരിയാണ്. കേരള അഗ്രേറിയൻ റിലേഷൻസ് ബില്ല് പാസ്സാക്കിയത് എന്നാണ്? 1958. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. കേരള സംസ്ഥാനം രൂപവൽക്കരിച്ചപ്പോൾ
മലബാർ ജില്ലയുടെ ഭാഗമായിരുന്ന ഏത് പ്രദേശമാണ് കേരളത്തിൻ്റെ ഭാഗമാകാതെ പുതുതായി 1986 കേന്ദ്രഭരണ പ്രദേശമാക്കപ്പെട്ടത്? കേരള സംസ്ഥാനം രൂപവൽക്കരിച്ചപ്പോൾ മലബാർ ജില്ലയുടെ ഭാഗമായിരുന്ന ഏത് പ്രദേശമാണ് കേരളത്തിൻ്റെ ഭാഗമാകാതെ പുതുതായി 1986 കേന്ദ്രഭരണ പ്രദേശമാക്കപ്പെട്ടത്? ഏതാണ്? എപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണല്ലേ. ഏതാണ് വരുന്നത്? ലക്ഷദ്വീപാണല്ലോ. ലക്ഷദ്വീപാണല്ലേ വരുന്നത്. കേരള സംസ്ഥാനം രൂപവൽക്കരിച്ചപ്പോൾ മലബാർ ജില്ലയുടെ ഭാഗമായിരുന്ന ഏത് പ്രദേശമാണ് കേരളത്തിൻ്റെ ഭാഗമാകാതെ പുതുതായി 1986 കേന്ദ്രഭരണ പ്രദേശമായിട്ട് മാറിയതാണ്? ലക്ഷദ്വീപാണ്. 16 എന്താണ്? സി ആണ് ആൻസർ. നെക്സ്റ്റ്, താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകൾ പരിഗണിക്കുക. ഇതിൽ നമുക്ക് ശരിയായത് ഏതൊക്കെയാണെന്നാണ് നമുക്ക് അറിയേണ്ടത് കേട്ടോ. നോക്കാം. ദരിദ്ര വിദ്യാർത്ഥികൾക്ക് പഠിക്കുന്നതിനുള്ള സാഹചര്യം മെച്ചപ്പെടുത്താൻ വേണ്ടിയാണ് യാചനായാത്ര സംഘടിപ്പിച്ചത്. യാചനായാത്ര സംഘടിപ്പിച്ചത് എന്തിനായിരുന്നു? ദരിദ്ര വിദ്യാർത്ഥികൾക്ക് പഠിക്കുന്നതിനായുള്ള സാഹചര്യം മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് യാചനായാത്ര സംഘടിപ്പിച്ചത്. ശരിയാണ്. കൽപ്പാത്തി വിശ്വനാഥ ക്ഷേത്രത്തിന് സമീപമുള്ള അഗ്രഹാര തെരുവുകളിലൂടെ താഴ്ന്ന ജാതിയിൽപ്പെട്ടവർക്ക് സഞ്ചരിക്കുന്നതിന് അവകാശം നൽകുക എന്ന് ആവശ്യം ഉന്നയിച്ചുകൊണ്ടാണ് കൽപ്പാത്തി സമരം നടത്തിയത്. കൽപ്പാത്തി വിശ്വനാഥ ക്ഷേത്രത്തിന് സമീപമുള്ള അഗ്രഹാര തെരുവുകളിലൂടെ താഴ്ന്ന ജാതിയിൽപ്പെട്ടവർക്ക് സഞ്ചരിക്കുന്നതിന് അവകാശം നൽകുക എന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ടാണ് കൽപ്പാത്തി സമരം നടത്തിയത്. അതും ശരിയാണ്. വൈക്കം ക്ഷേത്രത്തിന്റെ കിഴക്കേ നട ഒഴികെയുള്ള നിരത്തുകൾ ജാതി മതഭേദമന്യേ എല്ലാവർക്കും തുറന്നു കൊടുക്കാൻ തിരുവിതാംകൂർ ഭരണകൂടം തീരുമാനിച്ചത് 1936 നവംബറിലാണെന്ന് പറയുന്നുണ്ട്. അത് തെറ്റാണ്. അപ്പോൾ നമുക്ക് ഇതിൽ ശരിയായത് ഏതൊക്കെയാണ്? 1ഉം 2ഉം ആണ് ശരി. അപ്പോൾ ആൻസർ ഏതാണ് വരുന്നത്? 1ഉം 2ഉം ആണ് ശരിയായിട്ടുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. തെറ്റായ പ്രസ്താവന ഏതാണ്? തെക്കൻ തിരുവിതാംകൂറിലെ തമിഴ് സംസാരിക്കുന്ന പ്രദേശങ്ങളിലെ ജനങ്ങളുടെ താൽപ്പര്യ സംരക്ഷണാർത്ഥം രൂപം കൊണ്ട രാഷ്ട്രീയ പ്രസ്ഥാനമായിരുന്നു തിരുവിതാംകൂർ തമിഴ്നാട് കോൺഗ്രസ്. ശരിയാണല്ലേ. തെക്കൻ തിരുവിതാംകൂറിലെ തമിഴ് സംസാരിക്കുന്ന പ്രദേശങ്ങളിലെ ജനങ്ങളുടെ താൽപ്പര്യ സംരക്ഷണാർത്ഥം രൂപം കൊണ്ട രാഷ്ട്രീയ പ്രസ്ഥാനമായിരുന്നു തിരുവിതാംകൂർ തമിഴ്നാട് കോൺഗ്രസ്. ശരിയാണ്. കേരളത്തിലെ ആദ്യത്തെ പൊതു തെരഞ്ഞെടുപ്പിൽ 1957 ആ ഒരു സമയത്തെ ആദ്യത്തെ പൊതു തെരഞ്ഞെടുപ്പ് നടക്കുന്നതെന്നാണ് 1957 കമ്മ്യൂണിസ്റ്റ് പാർട്ടി 60 സീറ്റുകളാണ് നേടിയത്. കേരളത്തിലെ ആദ്യത്തെ പൊതു തെരഞ്ഞെടുപ്പിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി 60 സീറ്റുകളാണ് നേടിയത്. ശരിയാണല്ലോ അല്ലേ? അത് ശരിയാണ്. രണ്ടാം കേരള നിയമസഭയിലേക്ക് 1960 നടന്ന തെരഞ്ഞെടുപ്പിൽ പ്രജാ സോഷ്യലിസ്റ്റ് പാർട്ടി ഏറ്റവും കൂടുതൽ സീറ്റുകൾ നേടുകയും അതിൻ്റെ നേതാവ് പട്ടം താണുപിള്ള മുഖ്യമന്ത്രിയാകുകയും ചെയ്തു എന്ന് പറയുന്നുണ്ട്. അത് തെറ്റാണല്ലോ. ഓപ്ഷൻ സി തെറ്റാണ്. കേരള കോൺഗ്രസിന്റെ സ്ഥാപക നേതാവ് ആരാണ്? KM ജോർജ് ആണ്. അതും ശരിയാണ്. കേരള കോൺഗ്രസിന്റെ സ്ഥാപക നേതാവ് KM ജോർജ് ആണ്. ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ 60 സീറ്റുകളാണ് നേടിയിട്ടുണ്ടായിരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയാലോ. താഴെ കൊടുത്തിരിക്കുന്ന സംഭവങ്ങളിൽ ഒടുവിലേത്തത് ഏതാണ്? നമുക്ക് കുറച്ച് സംഭവങ്ങൾ തന്നിട്ടുണ്ട്. അതിൽ ഒടുവിൽ നടന്ന സംഭവം ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നോക്കാം. കേരളത്തിലെ നിയമസഭാ മണ്ഡലങ്ങളുടെ എണ്ണം 133 നിന്നും 140 ഉയർത്തി. കേരളം സമ്പൂർണ്ണ സാക്ഷരത കൈവരിച്ചത് സംബന്ധിച്ച പ്രഖ്യാപനം ചേലക്കോടൻ ആയിഷ എന്ന നവസാക്ഷര കോഴിക്കോട് മാനാഞ്ചിറ മൈതാനത്ത് നടത്തി. അധികാര വികേന്ദ്രീകരണത്തെക്കുറിച്ച് പഠിക്കുന്നതിന് കേരള സർക്കാർ SB സെൻ കമ്മിറ്റിയെ നിയോഗിച്ചു. കാലാവധി പൂർത്തിയാകാൻ 1 വർഷം അവശേഷിക്കെ നായനാർ സർക്കാർ ശുപാർശ ചെയ്തത് പ്രകാരം ഗവർണർ കേരള നിയമസഭ പിരിച്ചുവിട്ടു. ഇതിൽ ഏറ്റവും ലാസ്റ്റ് നടന്ന സംഭവം ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ലാസ്റ്റ് നടന്നത് ഓപ്ഷൻ സി ആണ്. അധികാര വികേന്ദ്രീകരണത്തെക്കുറിച്ച് പഠിക്കുന്നതിന് കേരള സർക്കാർ SB സെൻ കമ്മിറ്റിയെ നിയോഗിച്ചു. നെക്സ്റ്റ്, തെറ്റായ പ്രസ്താവന ഏതാണ്? അടിയന്തരാവസ്ഥ കാലത്ത് പോലീസ് കസ്റ്റഡിയിലായ കോഴിക്കോട് ചാത്തമംഗലം എഞ്ചിനീയറിംഗ് കോളേജ് വിദ്യാർത്ഥിയായ രാജന്റെ തിരോധാനം സംബന്ധിച്ച കേസിൽ കോടതി പരാമർശത്തെ തുടർന്ന്
കെ കരുണാകരൻ മുഖ്യമന്ത്രി സ്ഥാനം രാജിവെച്ചത് 1977 ശരിയാണ്. അടിയന്തരാവസ്ഥക്കാലത്ത് പോലീസ് കസ്റ്റഡിയിലായ കോഴിക്കോട് ചാത്തമംഗലം എഞ്ചിനീയറിംഗ് കോളേജ് വിദ്യാർത്ഥിയായ രാജന്റെ തിരോധാനം സംബന്ധിച്ച കേസിൽ കോടതി പരാമർശത്തെ തുടർന്ന് കെ കരുണാകരൻ മുഖ്യമന്ത്രി സ്ഥാനം രാജിവെച്ചത് 1977. കോൺഗ്രസ് പാർലമെന്ററി ബോർഡ് ചിക്കമംഗളൂർ ലോക്സഭാ മണ്ഡലത്തിലെ ഉപതെരഞ്ഞെടുപ്പിൽ ഇന്ദിരാഗാന്ധിക്കെതിരെ സ്ഥാനാർത്ഥിയെ നിർത്തി മത്സരിപ്പിക്കേണ്ടതില്ല എന്ന് തീരുമാനിച്ചതിന്റെ അടിസ്ഥാനത്തിൽ കേരള മുഖ്യമന്ത്രി സ്ഥാനം രാജിവെച്ച നേതാവാണ് എ.കെ. ആന്റണി. ഓക്കെ, ശരിയാണല്ലേ. കോൺഗ്രസ് പാർലമെന്ററി ബോർഡ് ചിക്കമംഗളൂർ ലോക്സഭാ മണ്ഡലത്തിലെ ഉപതെരഞ്ഞെടുപ്പിൽ ഇന്ദിരാഗാന്ധിക്കെതിരെ സ്ഥാനാർത്ഥിയായി നിർത്തി മത്സരിപ്പിക്കേണ്ടതില്ല. ഇന്ദിരാഗാന്ധിക്കെതിരെ സ്ഥാനാർത്ഥിയെ നിർത്തി മത്സരിപ്പിക്കേണ്ടതില്ല എന്ന് തീരുമാനിച്ചതിന്റെ അടിസ്ഥാനത്തിൽ കേരള മുഖ്യമന്ത്രി സ്ഥാനം രാജിവെച്ച നേതാവാണ് എ.കെ. ആന്റണി. ശരിയാണ്. 1981-82 കെ കരുണാകരൻ മന്ത്രിസഭയുടെ കാലത്താണ് സ്പീക്കർ എ.സി. ജോസ് 8 പ്രാവശ്യം കാസ്റ്റിംഗ് വോട്ട് പ്രയോഗിച്ച് റെക്കോർഡ് സ്വന്തമാക്കിയത്. ശരിയാണ്. 1981-82 കെ കരുണാകരൻ മന്ത്രിസഭയുടെ കാലത്താണ് സ്പീക്കർ എ.സി. ജോസ് 8 പ്രാവശ്യം കാസ്റ്റിംഗ് വോട്ട് പ്രയോഗിച്ച് റെക്കോർഡ് സ്വന്തമാക്കിയത്. ശരിയാണ്. നെക്സ്റ്റ് എന്താണ്? കേന്ദ്രമന്ത്രിയായ ശേഷം കേരള മുഖ്യമന്ത്രിയായ ആദ്യ നേതാവായ എ.കെ. ആന്റണി അതിനു മുമ്പ് കേന്ദ്ര സർക്കാരിൽ പ്രതിരോധ വകുപ്പിന്റെ ചുമതലയാണ് വഹിച്ചിരുന്നത് എന്ന് പറയുന്നുണ്ട്. അതാണ് നമ്മുടെ തെറ്റായിട്ടുള്ള ആൻസർ. ഏതാണ്? ഓപ്ഷൻ ഡി ആണ്. നെക്സ്റ്റ് എന്താണ് ക്വസ്റ്റ്യൻ? വ്യാവസായിക വിപ്ലവം എന്ന പദത്തിന്റെ ഉപജ്ഞാതാവ് ആരാണ്? വ്യാവസായിക വിപ്ലവം എന്ന പദത്തിന്റെ ഉപജ്ഞാതാവ് ആരാണ്? ഓപ്ഷൻ എ ഓഗസ്റ്റേ ബ്ലാൻകി ആണ്. ഓഗസ്റ്റേ ബ്ലാൻകി ആണ് വ്യാവസായിക വിപ്ലവം എന്ന പദത്തിന്റെ ഉപജ്ഞാതാവ്. ഐക്യരാഷ്ട്ര സംഘടനയുടെ രൂപവൽക്കരണവുമായി ബന്ധപ്പെട്ട് താഴെ കൊടുത്തിരിക്കുന്നവ പരിഗണിക്കുക. നമുക്ക് ശരിയായ ക്രമമാണ് എഴുതേണ്ടത് കേട്ടോ. ശരിയായ ക്രമം ഇതിലേതാണ്? ശരിയായ ക്രമം ഏതാണ്? ഓപ്ഷൻ എ ആണ്. കറക്റ്റ് ഓർഡറിലാണ് നമുക്ക് തന്നിരിക്കുന്നത്. ടെഹ്റാൻ കോൺഫറൻസ്, ഡംബാർട്ടൻ ഓക്സ് കോൺഫറൻസ്, യാൽട്ട കോൺഫറൻസ്, പോട്സ്ഡാം കോൺഫറൻസ് എന്ന് പറയുന്നതാണ് ശരിയായ രീതി കേട്ടോ. ശരിയായ ക്രമം ശരിയായിട്ട് തന്നെയാണ് നമുക്ക് തന്നിരിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകൾ പരിഗണിക്കുക. ഒന്നാം ലോക മഹായുദ്ധത്തിന്റെ ഭാഗമായി 1916 ഫെബ്രുവരി മുതൽ ഡിസംബർ വരെ ജർമ്മനിയും ഫ്രാൻസും ഏറ്റുമുട്ടിയ യുദ്ധം ബാറ്റിൽ ഓഫ് വേർഡൻ എന്ന പേരിൽ അറിയപ്പെടുന്നു. ശരിയാണ്. ഒന്നാം ലോക മഹായുദ്ധം 1916 ഫെബ്രുവരി മുതൽ ഡിസംബർ വരെ ജർമ്മനിയും ഫ്രാൻസും ഏറ്റുമുട്ടിയ യുദ്ധം ബാറ്റിൽ ഓഫ് വേർഡൻ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഒന്നാം ലോക മഹായുദ്ധകാലത്ത് ജർമ്മൻ ബ്രിട്ടീഷ് നാവിക സേനകൾ തമ്മിൽ ഏറ്റുമുട്ടിയ ജട്ട്ലൈൻ യുദ്ധം നടന്നത് 1916 മെയ് 31 മുതൽ ജൂൺ 1 വരെയാണ്. അതും ശരിയാണ്. ഒന്നാം ലോക മഹായുദ്ധകാലത്ത് ജർമ്മൻ ബ്രിട്ടീഷ് നാവിക സേനകൾ തമ്മിൽ ഏറ്റുമുട്ടിയ ജട്ട്ലൈൻ യുദ്ധം നടന്നത് 1916 മെയ് 31 മുതൽ ജൂൺ 1 വരെയാണ്. ബ്രെസ്റ്റ് ലിറ്റോസ് ഉടമ്പടിയിൽ 1918 മാർച്ച് 3 ഒപ്പുവെച്ചത് സെൻട്രൽ പവേഴ്സും റഷ്യയുമാണ്. അതും ശരിയാണ്. ബ്രെസ്റ്റ് ലിറ്റോസ് ഉടമ്പടിയിൽ 1918 മാർച്ച് 3 ഒപ്പുവെച്ചത് സെൻട്രൽ പവേഴ്സും റഷ്യയുമാണ്. ഇത് ശരിയായ പ്രസ്താവനകൾ ചോദിച്ചിരിക്കുന്നത് എല്ലാം ശരിയാണ്. 1, 2, 3 ഓപ്ഷൻ ഡി. നെക്സ്റ്റ്, താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകൾ പരിഗണിക്കുക. രണ്ടാം ലോക യുദ്ധത്തിൽ തോൽവി സമ്മതിച്ച ജപ്പാൻ സഖ്യകക്ഷിയുമായ ഉടമ്പടിയിൽ ഒപ്പിട്ടത് 1945 സെപ്റ്റംബർ 2 ശരിയാണ്. രണ്ടാം ലോക മഹായുദ്ധത്തിൽ തോൽവി സമ്മതിച്ച ജപ്പാൻ സഖ്യകക്ഷിയുമായി ഉടമ്പടിയിൽ ഒപ്പിട്ടത് 1945 സെപ്റ്റംബർ 2 ഹിരോഷിമയിൽ 1945 ഓഗസ്റ്റ് 6 ആറ്റം ബോംബ് വർഷിച്ച വിമാനമായ ഇനോല ഗേയുടെ പൈലറ്റ് ചാൾസ് സ്വീനി ആയിരുന്നു എന്ന് നമുക്ക് പറയുന്നുണ്ട്. അത് തെറ്റാണ്. രണ്ടാം ലോക മഹായുദ്ധാനന്തരം യൂറോപ്യൻ രാജ്യങ്ങളുടെ പുനർനിർമ്മാണത്തിനുള്ള അമേരിക്കൻ സാമ്പത്തിക സഹായം മാർഷൽ പദ്ധതി എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. അതും ശരിയാണ്. രണ്ടാം ലോക മഹായുദ്ധാനന്തരം യൂറോപ്യൻ രാജ്യങ്ങളുടെ പുനർനിർമ്മാണത്തിനുള്ള അമേരിക്കൻ സാമ്പത്തിക സഹായം മാർഷൽ പദ്ധതി എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. അത് ശരിയാണ്. രണ്ടാം ലോക മഹായുദ്ധകാലത്ത് ഹിറ്റ്ലർ പോളണ്ടിനെയാണ് ആദ്യം ആക്രമിച്ചത്. രണ്ടാം ലോക മഹായുദ്ധകാലത്ത് ഹിറ്റ്ലർ പോളണ്ടിനെയാണ് ആദ്യം ആക്രമിച്ചത്. അതും ശരിയാണ്. അതിൽ ശരിയായ പ്രസ്താവന ഏതാണ്? 1, 3, 4 ആണ് ശരിയായ പ്രസ്താവന. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, താഴെ കൊടുത്തിരിക്കുന്നവ പരിഗണിക്കുക.
യുണൈറ്റഡ് സ്റ്റേറ്റ്സ്, ഇറ്റലി, ഫ്രാൻസ്, ബ്രിട്ടൻ, ചൈന ഇവയിൽ രണ്ടാം ലോക മഹായുദ്ധത്തിലെ സഖ്യശക്തികളിൽ ഉൾപ്പെട്ട രാജ്യങ്ങൾ ഏതെല്ലാമാണ്? രണ്ടാം ലോക മഹായുദ്ധത്തിലെ സഖ്യശക്തികളിൽ ഉൾപ്പെട്ട രാജ്യങ്ങൾ ഏതെല്ലാമാണ്? ഏതാണ് ഓപ്ഷൻ വരുന്നത്? സി ആണ്. 1, 3, 4, 5. ഏതൊക്കെയാണ്? 1 യുണൈറ്റഡ് സ്റ്റേറ്റ്സ്, ഫ്രാൻസ്, ബ്രിട്ടൻ, ചൈന എന്നിവയ്ക്ക് എന്താണ് രണ്ടാം ലോക മഹായുദ്ധത്തിലെ സഖ്യശക്തികളാണ്. അപ്പോൾ ഇത്രയൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇനിയും കുറച്ച് ക്വസ്റ്റ്യൻസ് കൂടി ചെയ്യാനുണ്ട്. ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. അടുത്ത ക്ലാസ്സുമായി വീണ്ടും കാണാം.